ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2020 മോഡൽ 1.2 ലിറ്റർ വാഗണറിൻ്റെ ഒരു ഷോർട്ട് റിവ്യൂ ആണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇന്ന് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതിൻ്റെ പിന്നിലെ കാര്യം, ഒരുപാട് പേര് വാഗണർ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ വാഗണറിൻ്റെ ഒരുപാട് സെഗ്മെൻറ്റുകളുണ്ട്, വ്യത്യസ്ത തരത്തിലുള്ള വേരിയൻറ്റുകളുണ്ട്. ഇത് VXi മോഡലാണ്, 1.2 ലിറ്ററാണ്. ഇതിന് താഴെ നമുക്ക് 1 ലിറ്ററിൻ്റെ വാഗണർ വരുന്നുണ്ട്. അപ്പോൾ ഒരു സാധാരണക്കാരന് എടുക്കാൻ പറ്റിയ ഒരു വാഹനത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. 1.2 ലിറ്ററിന് ഒരുപാട് വ്യത്യാസങ്ങൾ 1 ലിറ്ററുമായിട്ട് ഉണ്ട്. എന്തായാലും നിങ്ങൾ വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങളൊരു വാഗണർ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്കൊന്ന് ഷെയർ ചെയ്ത് നൽകുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഇത് 1.2 ലിറ്റർ BS6 ആണ്. ഏകദേശം ഈ ഒരു വണ്ടിക്ക് മാർക്കറ്റ് വില വരുന്നത് 5,80,000 മുതൽ ഏകദേശം 6 ലക്ഷം രൂപ വരെ നമുക്ക് ഈ ഒരു വാഹനത്തിന് മാർക്കറ്റിൽ വില വരുന്നുണ്ട്. ഇതിൻ്റെ 1 ലിറ്റർ വരുന്ന സമയത്തുള്ള വ്യത്യാസവും അതോടൊപ്പം തന്നെ ഇതിൻ്റെ VXi LXi വേരിയൻറ്റിൻ്റെ വ്യത്യാസവും കൂടെ ജസ്റ്റ് നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ സുസുക്കിയുടെ ഒരു എംബ്ലം കാണാം. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ക്രോം ഫിനിഷോട് കൂടി ഒരു ഭാഗം കൊടുത്തേക്കുന്നു. നോർമലായിട്ടുള്ള ഒരു ഹെഡ് ലാമ്പും അതിൻ്റെ തൊട്ടു ഭാഗത്തായിട്ട് ഒരു സെപ്പറേഷൻ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ടേൺ ഇൻഡിക്കേറ്ററിൻ്റെ ലൈറ്റൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തേക്കുന്നു. അടിഭാഗത്ത് നമുക്ക് ഫോഗ് ലാമ്പ് കാണാം. അതോടൊപ്പം ഈ ഒരു ഭാഗത്ത് നമുക്ക് എയർ ഡാമും ചെറിയൊരു സ്കിപ്പ് ലൈറ്റ് പോലെയുള്ള ഒരു ഭാഗമൊക്കെ നമുക്ക് ഫ്രണ്ടിൽ കാണാനായിട്ട് സാധിക്കും. ഇനി വശങ്ങളിലേക്ക് വരുമ്പോൾ VXiയും LXiയും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം, ഒന്ന് ഈ ടയറിലുള്ളൊരു വ്യത്യാസമാണ്. ഇത് 14 ഇഞ്ച് ടയറാണ്. LXiയിലേക്ക് വരുന്ന സമയത്ത് അത് 13 ഇഞ്ച് ടയറായി മാറുന്നു. പിന്നെയുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ മിററിൻ്റെ ഒരു വ്യത്യാസമാണ്. ഇതിപ്പോൾ നമുക്ക് ബോഡി കളറോട് കൂടിയ ഒരു മിറർ നമുക്കിവിടെ കാണാം. എന്നാൽ LXiയിലേക്ക് വരുമ്പോൾ ഒരു ബ്ലാക്ക് മാറ്റ് ഫിനിഷോട് കൂടിയ ഒരു മിറർ മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു വ്യത്യാസം LXiയും VXiയും തമ്മിൽ വരുമ്പോൾ ഇത് നമുക്ക് ബോഡി കളറാണ് വന്നിരിക്കുന്നത്, ഡോർ ഹാൻഡിൽ. എന്നാൽ LXiയിലേക്ക് വരുമ്പോഴത്തേന് ബോഡി കളറല്ല, നോർമലായിട്ടുള്ള ഒരു ബ്ലാക്ക് മാറ്റ് ഫിനിഷോട് കൂടിയ ഒരു ഡോർ ഹാൻഡിലാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പിന്നെ വശങ്ങളൊക്കെ ഏകദേശം സെയിം ആയിട്ട് തന്നെ വരുന്നു. ഇനി ബാക്ക് സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് സുസുക്കിയുടെ ഒരു എംബ്ലവും വാഗണറിൻ്റെ പതിവ് പോലെ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു ചെറിയ ബാഡ്ജിങ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നു. ഇവിടെ നോർമലായിട്ടുള്ള ആ ഒരു ടെയിൽ ലാമ്പും ഒപ്പം നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ലാമ്പ് കാണാനായിട്ട് സാധിക്കും. ഇനി വണ്ടിയുടെ ബൂട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. പ്രധാനമായിട്ടും LXiയും VXiയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, നമുക്കിവിടെ ഒരു പാഴ്സൽ ട്രേ ഈ ഒരു വാഹനത്തിന് അവൈലബിൾ ആണ്, LXiയിലില്ല. അതോടൊപ്പം തന്നെ ഒരു 340 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് വാഹനത്തിന് ഉള്ളത്. ഒപ്പം ഈ ഒരു സീറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 40-60 സ്പ്ലിറ്റബിൾ സീറ്റാണ്. ഒറ്റയടിക്ക് വരുന്ന ഒരു സീറ്റല്ല, സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റ് വാഹനത്തിന് കൊടുത്തിരിക്കുന്നു. ഈ ഒരു ഭാഗത്ത് നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള ഒരു സ്പെയർ വീല് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 2020 VXi 1.2 ലിറ്റർ വാഗണറിൻ്റെ ചില പ്രത്യേകതകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ആദ്യത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് സെൻട്രൽ ലോക്കോട് കൂടിയ ഒരു കീ വാഹനത്തിന് അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ നമ്മൾ വാഹനത്തിൽ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് തന്നെ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ സ്റ്റിയറിംഗ് വീൽ ജസ്റ്റ് ഒന്ന് നോക്കുക. ഈ സ്റ്റിയറിംഗ് വീലിൻ്റെ ഈ ഒരു ഭാഗത്ത് നമുക്ക് വോളിയം കൺട്രോൾ ചെയ്യാനായിട്ടുള്ള നോബുകളൊക്കെ കൊടുത്തിരിക്കുന്നു. ഒപ്പം നമുക്ക് കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഈ സ്റ്റിയറിംഗ് വീലിൻ്റെ ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നു. ഒപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു സ്റ്റിയറിംഗ് വീൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പൊക്കം അനുസരിച്ച് ഓരോരുത്തരുടെ ഹൈറ്റ് അനുസരിച്ച് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇനി വണ്ടിയുടെ ഈ സൈഡ് ഡോറിലേക്ക് വരുമ്പോൾ നമുക്ക് 4 പവർ വിൻഡോകൾ അവൈലബിൾ ആണ്. അതിനുള്ള സ്വിച്ചുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഡോറ് ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് വാഹനത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് മിറർ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനും വാഹനത്തിൽ കൊടുത്തിരിക്കുന്നു. ഇനി മീറ്റർ കൺസോളിലേക്ക് വരുന്ന സമയത്ത് സാധാരണ വാഹനങ്ങളിൽ വരുന്ന രീതിയിലുള്ള വാഗണറിൽ വരുന്ന ആ സെയിം മീറ്റർ കൺസോളാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് AC വെൻറ്റ് കൊടുത്തിരിക്കുന്നു. ഈ ഒരു ഭാഗത്ത് നമുക്ക് AC ഒരു ചെറിയൊരു വെൻറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി അതോടൊപ്പം തന്നെ ഈ ഒരു സ്റ്റീരിയോയെക്കുറിച്ച് പറയുമ്പോൾ, ഈ സ്റ്റീരിയോ നമുക്ക് സ്മാർട്ട് പ്ലേ എന്ന് പറയുന്ന ആപ്ലിക്കേഷനുമായിട്ട് ഫോണിൽ നമ്മൾ കണക്ട് ചെയ്തുകൊണ്ട് ചെറിയൊരു ആൻഡ്രോയിഡ് പോലെ നമുക്കിത് ഇവിടെ യൂസ് ചെയ്യാനായിട്ട്
കാണാനായിട്ട് കഴിയും. തൊട്ടടിഭാഗത്തായിട്ട് നമുക്കിവിടെ ഒരു ഹസാർഡ് വാർണിംഗ് ലൈറ്റിൻ്റെ ഒരു സ്വിച്ച് കൊടുത്തിരിക്കുന്നു. ഒപ്പം നമുക്ക് AC-യുടെ നോബുകളൊക്കെ ഇവിടെ കാണാം. അടിഭാഗത്തായിട്ട് ചെറിയൊരു സ്റ്റോറേജ് സ്പേസും ഈ ഒരു ഭാഗത്ത് ചാർജിങ് പോർട്ടും അവൈലബിൾ ആണ്. ഇനി LXiയും VXiയും തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസം പറയാം. ഈ ഒരു വാഹനത്തിൻ്റെ നോബ് നോക്കുക, ഒരു ഗ്ലോസി ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. VXiക്ക് വരുമ്പോൾ ഒരു ഗ്ലോസി ഫിനിഷാണ് വന്നേക്കുന്നത്. LXi വരുമ്പോൾ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഗിയർ നോബാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് അത്യാവശ്യം ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സാധനങ്ങൾ, ചെറിയ സാധനങ്ങളൊക്കെ വെക്കാനായിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ VXiയും LXiയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഈ സൺവൈസറിൻ്റെ ഈ ഒരു ഭാഗത്ത് VXiയിൽ വാനിറ്റി മിററുണ്ട്, LXiയിൽ അതില്ല. ഈ ഒരു ഭാഗത്ത് നമുക്ക് സൺവൈസർ കാണാനായിട്ടും ഒരു ടിക്കറ്റ് ഹോൾഡർ ഉണ്ട്, അതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് റീഡിംഗ് ലൈറ്റിനായിട്ടുള്ളൊരു ഓപ്ഷനും കൊടുത്തിരിക്കുന്നു. പിന്നെ LXiയും VXiയും തമ്മിലുള്ള മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത്, ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്ന ഈ ഒരു മിറർ മാനുവലായിട്ട് നമുക്ക് ഡിം ചെയ്യാൻ പറ്റുന്ന ഒരു മിററുണ്ട്. എന്നാൽ LXiയിലേക്ക് വരുമ്പോൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മിററാണ് വന്നിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്ത് പവർ വിൻഡോയുടെ സ്വിച്ച് അവൈലബിൾ ആണ്. അത്യാവശ്യം വളരെ മനോഹരമായിട്ടുള്ള ഒരു സീറ്റും മറ്റു കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഡ്രൈവിംഗ് സീറ്റിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്തും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിരിക്കുന്നു. ഇതൊക്കെയാണ് വാഹനത്തിന്റെ ഫ്രണ്ട് സൈഡിലെ കാഴ്ചകൾ. ഇനി ബാക്ക് സൈഡും കൂടെ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇനി നമ്മൾ സെക്കൻഡ് റോയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ലെഗ് സ്പേസ് ഉണ്ട്. ഇപ്പോൾ ഈ സീറ്റ് കുറച്ച് മുന്നോട്ട് കയറ്റിയാണ് ഇട്ടേക്കുന്നത്, എന്നാൽ കുറച്ചും കൂടെ ഇറക്കിയിട്ടാലും നിങ്ങൾ നോക്കുക, നല്ല രീതിയിലുള്ള ഒരു ലെഗ് സ്പേസ് വാഹനത്തിന് ഉണ്ട്. അപ്പോൾ ഹെഡ് സ്പേസ് നോക്കുക, നല്ല രീതിയിലുള്ള ഒരു ഹെഡ് സ്പേസ് ആണ് ഉള്ളത്. പ്രത്യേകിച്ച് വാഗണർ ആയതുകൊണ്ട്, ഹൈറ്റ് ഉള്ള ഒരു വാഹനമായതുകൊണ്ട് നമുക്ക് ഹെഡ് സ്പേസ് അവൈലബിൾ ആണ്. ഒപ്പം നമുക്ക് ലെഗ് സ്പേസും ഉണ്ട്. ഇനി വാഹനത്തിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഭാഗത്തൊരു പവർ വിൻഡോയുടെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഏകദേശം ഒരു 3 പേർക്ക് വളരെ സുഖകരമായിട്ട് തന്നെ ഇരുന്ന് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് പവർ വിൻഡോയുടെ ഒരു സ്വിച്ച് കൊടുത്തിരിക്കുന്നു. ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള ചെറിയൊരു ബോട്ടിലും 1-2 ചെറിയ ഐറ്റങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്തെടുത്ത് വെക്കാനായിട്ട് സാധിക്കും. പിന്നെ ഈ ഒരു ഭാഗത്ത് ഫയല്, അത്യാവശ്യം ചെറിയ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാനായിട്ടുള്ള ഒരു പോക്കറ്റും കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് ചാർജിങ് പോർട്ടുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. അതോടൊപ്പം തന്നെ വണ്ടിയുടെ ഡോറിൻ്റെ സൈഡിലായിട്ട് ഇവിടെ നമുക്ക് ഗ്രാബ് ഹാൻഡിൽ, കോ ഡ്രൈവർ സീറ്റിലും ബാക്ക് സൈഡിലും ഈ ഒരു ഭാഗത്ത് നമുക്ക് ഗ്രാബ് ഹാൻഡിലും കൊടുത്തിരിക്കും. ഇനി നമുക്ക് എഞ്ചിൻ ബേ ഒന്ന് കാണാം. 1.2 ലിറ്റർ എഞ്ചിനാണ്. എഞ്ചിൻ്റെ പവർ 81 bhp, മാക്സിമം ടോർക്ക് വരുന്നത് 113 ന്യൂട്ടൺ മീറ്റർ അറ്റ് 4200 RPM. ഈ ഒരു വണ്ടിക്ക് പറയുന്ന ഒരു മൈലേജ് 21 കിലോമീറ്റർ മൈലേജാണ് കമ്പനി അവകാശപ്പെടുന്നത്. എന്നാൽ ഏകദേശം ഒരു 17-18 കിലോമീറ്ററൊക്കെ നമുക്ക് മൈലേജ് ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് വണ്ടി റോഡിലൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഡ്രൈവ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് ഞാനൊന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, ഗിയർ നോബൊക്കെ വളരെ സ്മൂത്താണ്. ഇത് ഞാൻ ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ, മെല്ലെ വണ്ടി നമുക്ക് എടുക്കാം. ഓക്കെ, റോഡിലേക്ക് പ്രവേശിക്കുകയാണ്. വണ്ടി നമ്മൾ ക്ലച്ച് എന്ന് അയച്ചെടുക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളോ ലാഗുകളോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് സ്മൂത്തായിട്ട് തന്നെ വാഹനം എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാനിത് 3rd ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഒന്ന് കാല് കൊടുക്കുകയാണ് 3rd ഗിയറിൽ. വീണ്ടും 4ാമത്തെ ഗിയറിലേക്ക് ഇടുന്നു. ചെറുതായിട്ടൊന്ന് കാല് കൊടുത്ത് നമുക്കൊന്ന് പോകാം. ഓക്കെ, 4ാമത്തെ ഗിയറിലാണ് വാഹനം പോകുന്നത്. വാഹനത്തിന് ഇത്രയധികം നമ്മൾ കാല് കൊടുക്കുന്ന സമയത്ത് ഒത്തിരി ഒലച്ചിലോ കാര്യങ്ങളോ ഒന്നുമില്ല. അതോടൊപ്പം തന്നെ എൻജിൻ സൗണ്ട് ഒന്നും നമുക്ക് അങ്ങനെ ഒരുപാട് കേൾക്കാനായിട്ടൊന്നും സാധിക്കത്തില്ല. സ്മൂത്തായിട്ടാണ് നമ്മൾ കാല് കൊടുക്കുമ്പോൾ പോകുന്നത്. മറ്റ് ഒരു തരത്തിലുള്ള എൻജിൻ്റെ ഡിസ്റ്റർബൻസ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഇപ്പോൾ ഞാൻ 5ാമത്തെ ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. സ്ട്രെയിറ്റ് റോഡാണ്. 5ാമത്തെ ഗിയറിൽ പോകുന്ന സമയത്ത് തന്നെ നമുക്ക് സ്മൂത്തായിട്ട് തന്നെ വണ്ടി ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒലച്ചിലും കാര്യങ്ങളും ഒന്നുമില്ല. സസ്പെൻഷനൊക്കെ വളരെ സ്മൂത്താണ്. പിന്നെ വാഗണർ ആയതുകൊണ്ട് ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അത്യാവശ്യം നമ്മളൊരു ഹൈറ്റിലിരുന്ന് ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫീലുണ്ട്. കാരണം ഉയർന്ന പൊസിഷനിലുള്ള, അതായത് ഹൈറ്റുള്ള ഒരു വാഹനമായതുകൊണ്ട് തന്നെ നമുക്ക് റോഡൊക്കെ കണ്ട് ക്ലിയറായിട്ട് തന്നെ ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കും. യാത്രാ സുഖവും വളരെ മികച്ച രീതിയിലുള്ള യാത്രാ സുഖമാണ്. എനിക്ക് ഇരുന്നിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. വളരെ കംഫർട്ട് ആയിട്ട് തന്നെ നമുക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് AC ഇട്ടിട്ടൊന്ന് ഡ്രൈവ് ചെയ്യാം. വലിയിൽ എന്തെങ്കിലും വ്യത്യാസക്കുറവുണ്ടോ എന്ന് നോക്കാം. ഞാൻ AC ജസ്റ്റ് ഒന്ന് ഓൺ ആക്കുന്നു. ഓക്കെ, ഇപ്പോൾ AC പൂർണ്ണമായിട്ട് 4ാമത്തെ ഒരു ബ്ലോവറിലേക്ക് ഞാൻ ഇട്ടേക്കാണ്. ഓക്കെ, നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ 4ാമത്തെ ഗിയറിലാണ് വാഹനം പോകുന്നത്. വീണ്ടും ഞാനത് 5ാമത്തെ ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു.
എ സി ഇടുന്ന സമയത്ത് ചെറിയൊരു ലാഗ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു വലിയുടെ ചെറിയൊരു ലാഗ്. എന്നാലും അത് വലിയൊരു പ്രശ്നമല്ല, ചെറിയൊരു ലാഗ്. അത് ഞാൻ ബ്ലോവർ സ്പീഡ് 4-ലാണ് ഇട്ടേക്കുന്നത്. നമുക്ക് ബ്ലോവർ സ്പീഡ് ഒരു 3-2-ലേക്കൊക്കെ ഒന്ന് കുറയ്ക്കാം. ഓക്കെ, ഇപ്പം നോർമൽ കണ്ടീഷനിലേക്ക് ഞാൻ ഇട്ടു, ചെറിയൊരു എ സി മോഡിലേക്ക് ഇട്ടു. വലിയൊരു പ്രശ്നം നമുക്ക് തോന്നുന്നില്ല. ഈസി ആയിട്ട് തന്നെ നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. എ സി ഇടുന്നതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടോ മറ്റു കാര്യങ്ങളോ അങ്ങനെ തോന്നുന്നില്ല. ഇനി നമുക്ക് ജസ്റ്റ് ഈ വണ്ടി സിറ്റിയിലൂടെ ഒന്ന് ഡ്രൈവ് ചെയ്യാം. ഓക്കെ, ഞാനിത് സെക്കൻഡ് ഗിയറിലാണ് പോകുന്നത്, ഇത് തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. നമ്മൾ ചെറിയൊരു സിറ്റിയിലാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഡ്രൈവിംഗ് കംഫർട്ടൊക്കെ വളരെ മികച്ച രീതിയിൽ തന്നെ നമുക്ക് വാഹനം ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. ലെഫ്റ്റ് റൈറ്റ് ജഡ്ജ്മെൻ്റ് ഒക്കെ ക്ലിയർ ആയിട്ട് ചെയ്ത് നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്യാം. കാരണം നല്ല രീതിയിലുള്ള ഒരു വിഷൻ നമുക്ക് വാഗണർ ഡ്രൈവ് ചെയ്യുമ്പോൾ ലഭിക്കുന്നുണ്ട്. ഒത്തിരി പതിഞ്ഞ വാഹനം അല്ലാത്തത് കൊണ്ട് തന്നെ ഡ്രൈവിംഗ് കംഫർട്ട് വളരെ നല്ല രീതിയിൽ തന്നെ മികച്ച രീതിയിലുള്ള ഒരു ഡ്രൈവിംഗ് കംഫർട്ട് നമുക്ക് സിറ്റിയിൽ ഡ്രൈവ് ചെയ്യുമ്പോഴും ലഭിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ എ സി ഇട്ടാണ് വണ്ടി ഓടിക്കുന്നത്. ഒരു തരത്തിലുള്ള ലാഗോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഒരു പ്രശ്നവും നമുക്ക് ഇത് ഇവിടെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഫീൽ ചെയ്യുന്നില്ല. ഏറ്റവും മികച്ച രീതിയിൽ തന്നെ വാഹനം സിറ്റിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വാഹനമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ചെറിയ സ്പേസിലൊക്കെ വണ്ടി ഒന്ന് കയറ്റി ഒതുക്കി പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും വാഗണർ വളരെയധികം ഗുണം ചെയ്യുന്നൊരു വണ്ടിയാണ്. ഇപ്പോൾ നമുക്ക് ഈ ഒരു ചെറിയൊരു ട്രാഫിക്കിലൊക്കെ ആണെങ്കിലും ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വളരെ മികച്ച രീതിയിൽ തന്നെ ഡ്രൈവ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ, സെക്കൻഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇപ്പോൾ നമ്മൾ എ സി ഇട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഒരു തരത്തിലുള്ള പ്രശ്നവും മറ്റു കാര്യങ്ങളും വണ്ടിക്ക് ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഈ ഒരു വണ്ടിയെക്കുറിച്ച് കിട്ടിയെന്ന് കരുതുന്നു. പ്രധാനമായിട്ടും VXi 1.2 ലിറ്റർ വാഗണറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് സെൻട്രൽ ലോക്ക് അവൈലബിൾ ആണ്. ഈ ഒരു സ്റ്റിയറിംഗ് വീല് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. സ്റ്റിയറിംഗ് വീലിൽ അത്യാവശ്യം കോൾ എടുക്കാനും ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാനും അതോടൊപ്പം തന്നെ വോളിയം കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നു. ഒപ്പം തന്നെ ഈ ഒരു സ്റ്റീരിയോ നമുക്ക് തീർച്ചയായിട്ടും ഒരു സ്മാർട്ട് പ്ലേ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മുടെ ഫോണിൽ ആൻഡ്രോയിഡായിട്ട് നമുക്കിത് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് വാഹനത്തിനുണ്ട്. ഒപ്പം തന്നെ വാഹനത്തിന് 4 പവർ വിൻഡോ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വാഹനത്തിൽ ഇരുന്ന് മിററൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു നോബും കാര്യങ്ങളൊക്കെ വാഹനത്തിന് കൊടുത്തിരിക്കുന്നു. അങ്ങനെ അത്യാവശ്യം എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റി ഉള്ള ഒരു വാഹനമാണ് 1.2 ലിറ്റർ വാഗണർ VXi. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നോക്കുക. ഈ ഒരു വണ്ടി എനിക്ക് റിവ്യൂവിന് തന്നത് വിവ കളക്ഷൻസ് കട്ടപ്പനയിലെ എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് ഷിനോജി ചേട്ടനാണ്. അപ്പോൾ ഷിനോജി ചേട്ടന് പ്രത്യേകം നന്ദി പറയുന്നു വണ്ടി തന്നതിന്. അപ്പോൾ നമുക്ക് എന്തായാലും വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.